നമസ്കാരം. ഹലോ ചിൽഡ്രൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ ആദ്യ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. നമ്മൾ പഠിച്ചു നിർത്തിയത് സബ്ഷെൽ എന്താണെന്ന് പഠിച്ചു, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു, അതിൽ 30 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് വരെ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി പീരിയോഡിക് ടേബിളിനെ ഒരു 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 ബ്ലോക്കുകളെ കുറിച്ചും ആ ബ്ലോക്കുകളുടെ പ്രത്യേകത അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കുകളും. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചല്ലോ, ആ ഡയഗ്രം ഒക്കെ ഓർമ്മയുണ്ടല്ലോ, ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണോ ആ സബ്ഷെല്ലിൻ്റെ വെച്ചിട്ടായിരിക്കും നമ്മൾ ബ്ലോക്ക് നിർണ്ണയിക്കുന്നത്. നമ്മൾ സബ്ഷെല്ലുകൾ 4 പഠിച്ചു, എസ്, പി, ഡി, എഫ്. അപ്പോൾ അത് തന്നെയാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ എൻ്റർ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും, പി സബ്ഷെല്ലിലാണെങ്കിൽ പി ബ്ലോക്ക് എന്നും, ഡി സബ്ഷെല്ലിലാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നും, എഫ് സബ്ഷെല്ലിലാണെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നും 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റിൽ, നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പീരിയോഡിക് ടേബിൾ ഉണ്ട്, ഒന്ന് എടുത്തു വെക്കുക. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ മൊത്തത്തിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? മൊത്തത്തിൽ 18 ഗ്രൂപ്പും 7 പീരീഡും അടങ്ങുന്നതാണ് പീരിയോഡിക് ടേബിൾ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ളത് നമുക്കറിയാം, താഴോട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കോളങ്ങളെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി വെർട്ടിക്കൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള റോസിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 7 പീരീഡും ഉണ്ട്, 18 ഗ്രൂപ്പും ഉണ്ട്. അതൊക്കെ ആ പീരിയോഡിക് ടേബിൾ എടുത്തൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ, 1ഉം 2ഉം ഗ്രൂപ്പുകളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെ, അതായത് പീരിയോഡിക് ടേബിളിന്റെ അങ്ങറ്റത്ത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സെന്റർ പോർഷൻ, സെന്ററിൽ ഒരു കുറച്ച് നമുക്കത് പ്രത്യേകം അറിയാൻ പറ്റും. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ ലാസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 2 പീരീഡുകളുണ്ട്, അവരെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അല്ലെങ്കിൽ ആ 2 പീരീഡിനെ ഒന്ന് ലാന്തനോയിഡും മറ്റേത് ആക്ടിനോയിഡ്സും ആണ്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഇലക്ട്രോൺ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ഈ മൂലകം ഏത് ബ്ലോക്കിൽ വരുന്നു എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണോ ആ സബ്ഷെൽ തന്നെയായിരിക്കും അതിൻ്റെ ബ്ലോക്ക്. ഇപ്പം ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ അത് എസ് ബ്ലോക്ക് ആയിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു 1-2 ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കുറച്ച് ഉദാഹരണങ്ങളാണ് തന്നേക്കുന്നത്. ആദ്യത്തെ നോക്കിയേ, ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ്. 3 ആകുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് 1s2ലേക്ക് കയറും, ബാക്കിയുള്ള ഇലക്ട്രോൺ 2s1ലേക്ക് പോകും. അപ്പോൾ അവസാന സബ്ഷെൽ ഏതാണെന്ന് നോക്കുക. അവസാന സബ്ഷെൽ ഏതാണ്? ഇവിടുത്തെ 2s, അതായത് എസ് സബ്ഷെല്ലാണ്. 2ഓ 3ഓ ആ നമ്പർ നമുക്ക് ഇവിടെ പ്രശ്നമല്ല. ഇവിടുത്തെ ലാസ്റ്റ് സബ്ഷെൽ ഏതാണോ അതായിരിക്കും ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് സബ്ഷെൽ 2s ആണ്. അപ്പോൾ നമ്മൾ ഈ ലിഥിയം എന്ന് പറയുന്ന മൂലകം എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് സോഡിയം 11 അറ്റോമിക് നമ്പർ. 11 ആകുമ്പോൾ 11 ഇലക്ട്രോൺസ് അതിൽ കാണും. 1s2, 2s2, 2p6, 3s1. ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത് ഏത് സബ്ഷെല്ലിലേക്കാണ്? 3s സബ്ഷെല്ലിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ് സോഡിയം. അടുത്തത് കാൽസ്യം 20 ആകുമ്പോൾ 20 ഇലക്ട്രോൺസ് വരണം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് 4s സബ്ഷെല്ലിൽ. സോ ഇത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്ക് 2ഓ 3ഓ 4 അത് പ്രശ്നമല്ല. ഇവിടെ ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും നമ്മളുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നൈട്രജൻ 7, 1s2, 2s2, 2p3. ഇവിടുത്തെ ലാസ്റ്റ് സബ്ഷെൽ ഏതാണ്? 2p ആണ്. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് 2p സബ്ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? പി ബ്ലോക്ക് മൂലകമാണ്.
ഓക്കെ ആണല്ലോ. അടുത്തത് ആർഗൺ. ആർഗൺ 18 ഇലക്ട്രോൺ ഉണ്ട്. 1s2 2s2 2p6 3s2 3p6. ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത് 3p എന്ന് പറഞ്ഞ സബ്ഷനിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് എലമെന്റ് ആണ്? പി ബ്ലോക്ക് എലമെന്റ് ആണ്. അടുത്ത കാര്യം നോക്കുക, സ്കാൻഡിയം. നമ്മൾ ഈ മൂലകങ്ങളുടെയൊക്കെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷനിൽ എന്തിരിക്കുന്നു അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. അത് മാത്രമേ ഉള്ളൂ ഇവിടെ പുതിയതായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അടുത്തത് സ്കാൻഡിയം. സ്കാൻഡിയം 21. 1s2 2s2 2p6 3s2 3p6. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളുടെ കോൺഫിഗറേഷൻ എഴുതുന്നത് 3d1 4s2. 4s2 ഫില്ല് ചെയ്തതിന് ശേഷമേ 3d ഫില്ല് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ബാഹ്യതമ ഷെല്ല്, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന ഷെല്ല് ഏതാണ്? 3d ആണ്. നമ്മൾ എഴുതുമ്പോൾ 4s എന്ന് എഴുതുന്നു എങ്കിലും ലാസ്റ്റ് ഇലക്ട്രോൺ 3p കഴിഞ്ഞ് ഫില്ല് ചെയ്യുന്നത് 4s ആണ്. അത് കഴിഞ്ഞിട്ടേ 3d ഫില്ല് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? 3d സബ്ഷെല്ലാണ്. ആലോചിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഏത് എലമെന്റ് ആണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് സെപ്പറേറ്റ് പഠിക്കണം. എസ് ബ്ലോക്ക്. ഇവിടെ എഫ് എഴുതാത്ത എന്താണെന്ന് ഇപ്പം നിങ്ങൾ ചിന്തിക്കും. കാരണം നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് അധികം നമുക്ക് കോൺഫിഗറേഷൻ എഴുതാനില്ല. നമ്മൾ അന്ന് ആ ഡയഗ്രാം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് വരുന്ന കോൺഫിഗറേഷൻ ഒന്നും നമുക്ക് എഴുതാനില്ല. 30 വരെയുള്ള എലമെന്റ്സിന്റെ കോൺഫിഗറേഷൻ എഴുതാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഫ് ഇതിനകത്ത് വരേണ്ട ആവശ്യമില്ല. അത് സെപ്പറേറ്റ് പീരിയോഡിക് ടേബിളിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കോ, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇവിടെ പറയേണ്ട. നമുക്ക് പഠിക്കാനുള്ളത് എസ് പി ഡിയുടെ കോൺഫിഗറേഷൻ എഴുതാനേ ചോദിക്കും. പക്ഷേ എഫ് ബ്ലോക്കിന്റെ പ്രത്യേകതകൾ പഠിക്കാൻ വേറെ ഉണ്ട്. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കിനി ഓരോ ബ്ലോക്ക് എടുത്ത് പഠിക്കാം. ആദ്യം എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗ്രൂപ്പുകൾ വരുന്നതാണെന്ന് പറഞ്ഞു? ഫസ്റ്റ് 2 ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം കൂടി ഉൾപ്പെടുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ ജസ്റ്റ് ഒന്ന് നോക്കുക. പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. അപ്പം ഇപ്പം ഞാൻ ഇതിന്റെ സിമ്പിളാണ് എഴുതിയിരിക്കുന്നത്, നോക്കുക. അപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെടുന്ന ആൾക്കാരാണ് Li ലിഥിയം, Na സോഡിയം, K പൊട്ടാസ്യം, Rb റുബീഡിയം, Cs സീഷ്യം, Fr ഫ്രാൻസിയം. അപ്പം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇത്രയാണ് ഗ്രൂപ്പ് 1 എലമെന്റ്സ്. ഇനി ഗ്രൂപ്പ് 2 ആരൊക്കെയാണ് വരുന്നത്? ബെറിലിയം, Be ബെറിലിയം, Mg മഗ്നീഷ്യം, Ca കാൽഷ്യം, Sr സ്ട്രോൺഷ്യം, Ba ബേരിയം, Ra റേഡിയം. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ എസ് ബ്ലോക്കിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ. ഇപ്പൊ നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഏത് കോൺഫിഗറേഷൻ എഴുതിയാലും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് ബ്ലോക്കിലാണോ അതായിരിക്കും നമ്മളുടെ മൂലകത്തിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഇപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് തന്നെ ഇപ്പൊ ആദ്യം പഠിക്കാം. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇപ്പൊ ഏതെങ്കിലും ഇതിൽ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ തന്നു കഴിഞ്ഞാൽ ഇവർ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഇവർ ഏത് പീരീഡിൽ വരുന്നതാണ്, ഈ കാര്യങ്ങൾ നോക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പം എക്സാമിന് ഏതെങ്കിലും ഒരു എലമെന്റ് തരും, അറ്റോമിക് നമ്പറും തരും. ഇത് ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരീഡിലാണ്, ഏത് ബ്ലോക്കിലാണ്, ഈ കാര്യങ്ങളെല്ലാം എഴുതാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പും പീരീഡും, ഏത് ഗ്രൂപ്പിലാണ് ഏത് പീരീഡിലാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് 2 ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു. ഇനി അവരുടെ പീരീഡും ഗ്രൂപ്പ് നമ്പറും, നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു എലമെന്റ് തന്നേക്കുവാണ്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഇത് ഏത് ബ്ലോക്കിലാണെന്ന്, ഏത് ഗ്രൂപ്പിലാണെന്ന്, ഏത് പീരീഡിലാണെന്ന് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സ് എല്ലാം എസ് ബ്ലോക്ക്. ഇപ്പം നമ്മൾ എസ് ബ്ലോക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇത് എസ് ബ്ലോക്കിൽ എലമെന്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. പീരീഡ് കണ്ടുപിടിക്കുന്നത് ഇന്ന ബ്ലോക്ക് എന്നൊന്നുമില്ല, എല്ലാ ബ്ലോക്കുകാർക്കും ഒരുപോലെയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സബ്ഷെല്ലിന്റെ അല്ലെങ്കിൽ ഏറ്റവും ബാഹ്യതമ ഷെല്ലിന്റെ, ബാഹ്യതമ ഷെൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന ഷെല്ലാണ്. അപ്പൊ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ ഏതാണോ ആ നമ്പർ ആയിരിക്കും പീരീഡ് നമ്പർ. അതിപ്പോൾ എസ് ബ്ലോക്കിനായാലും പിക്കായാലും ഡിക്കായാലും പീരീഡ് കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും സെയിം ആണ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് നമുക്ക് പഠിച്ചാൽ മതി. നമുക്ക് ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് പീരീഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണോ അതാണ് പീരീഡ് നമ്പർ. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എസ്സിൽ മാക്സിമം എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 2 ഇലക്ട്രോണേ ഉൾക്കൊള്ളത്തുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ എസ്സിൽ 1 ഇലക്ട്രോണേ ആണോ അല്ലെങ്കിൽ 2 ഇലക്ട്രോണേ ആണോ, ഈ ഒരു 2 കോൺഫിഗറേഷൻ അല്ലേ വരത്തുള്ളൂ. എസ്സിൽ മാക്സിമം 2 പേരെ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കോൺഫിഗറേഷൻ ഇടുമ്പോൾ ചിലപ്പോൾ എസ്സിൽ ഒരാൾ വരും, ചിലപ്പോൾ എസ്സിൽ 2 പേര് വരും. ഈ ഒരു 2 കോൺഫിഗറേഷനെ എല്ലായിടവും നടക്കത്തുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ലാസ്റ്റ് സബ്ഷെല്ല് എസ് സബ്ഷെല്ലാണെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും എൻ്റെ ഗ്രൂപ്പ് നമ്പർ. അതായത് ഇവിടെ ഞാൻ ഒരു കാര്യം ഇട്ടിട്ടുണ്ട്, NS1 NS2. NS1 എന്നും NS2 എന്നും മാത്രമേ എസ് ബ്ലോക്ക് എലമെന്റ്സിന് വരൂ. കാര്യം എന്താ, എസ്സിൽ 2 ഇലക്ട്രോണേ പറ്റൂ. ഒന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കും, ഒന്നെങ്കിൽ 3s1 ആയിരിക്കും അല്ലെങ്കിൽ 3s2 ആയിരിക്കും.
ഇതിനപ്പുറത്തോട്ടൊരു എസിന് വരത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ എന്തായിരിക്കും, 2 ഗ്രൂപ്പുകളേ ഉള്ളൂ. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പിലേ ഉള്ളൂ. ഫസ്റ്റ് 2 ഗ്രൂപ്പുകാർ മാത്രമേ ഉള്ളൂ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എസ് ബ്ലോക്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. പീരീഡ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു ബാഹിതമ ഷെല്ലിന്റെ നമ്പർ. അപ്പോൾ നമുക്കിനി നോക്കാം എലമെന്റുകളെ. ലിഥിയം 3 ആണ് അറ്റോമിക് നമ്പർ. 1s2 2s1 എന്നാണ് കോൺഫിഗറേഷൻ. അപ്പോൾ നോക്കിയേ, ലാസ്റ്റ് സബ്ഷെല്ല് 2s ആണ്. 2sന്റെ നമ്പർ എത്രയാണ്? 2. അതാണ് അതിന്റെ പീരീഡ് നമ്പർ. അതായത് ലിഥിയം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പീരീഡിലെ ആളാണെന്ന് കിട്ടി. ഇനി അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പം ലിഥിയത്തിന്റെ സ്ഥാനം നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയേ. ലിഥിയം എവിടെയായിരിക്കുന്നത്? സെക്കൻഡ് പീരീഡില്, 2ാമത്തെ പീരീഡില് 1ാമത്തെ ഗ്രൂപ്പ്. 1ാമത്തെ ഗ്രൂപ്പാണ്, 2ാമത്തെ പീരീഡുമാണ്. അപ്പോൾ അവിടെ ആരായിരിക്കും ഉള്ളത്? ലിഥിയം ആയിരിക്കും. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അടുത്ത നോക്കിക്കേ, ബെറിലിയം 4 ആണ് അറ്റോമിക് നമ്പർ. 1s2 2s2 ആണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പം ലാസ്റ്റ് ബാഹിതമ ഷെൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന ഷെൽ ഏതാ? 2s. അതിന്റെ നമ്പർ എത്ര? 2. അപ്പോൾ അതാണ് പീരീഡ് നമ്പർ. അപ്പോൾ ഇതും സെക്കൻഡ് പീരീഡിലെ ആളാണ്. ഇനി എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഗ്രൂപ്പാണ്? സെക്കൻഡ് ഗ്രൂപ്പാണ്. നോക്കിയാൽ മതി, സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും ബെറിലിയം വരുന്നത്. ആണല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ ആളാണ് ബെറിലിയം. അതേപോലെ തന്നെ 2ാമത്തെ പീരീഡിലും ആയിരിക്കും. ഇനി അടുത്തത് സോഡിയം 11. 1s2 2s2 2p6 3s1. ബാഹിതമ ഷെൽ ഏതാണ്? 3s. അതിന്റെ നമ്പർ എത്രയാണ്? 3. ഏത് പീരീഡിലാ? 3ാമത്തെ പീരീഡിലെ ആളാണ്. ഇനി എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നു. അടുത്തത് കെ, പൊട്ടാസ്യം 19 ആണ് അറ്റോമിക് നമ്പർ. 19 അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് 19 ഇലക്ട്രോൺ ഉണ്ട്. കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം. 1s2 2s2 2p6 3s2 3p6 4s1. ബാഹിതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? 4. അപ്പോൾ ഇത് എത്രാമത്തെ പീരീഡിൽ വരുന്ന? 4ാമത്തെ പീരീഡിൽ വരുന്ന. എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഗ്രൂപ്പിലായിരിക്കും? 1ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. ഇനി അടുത്തത് കാൽഷ്യം 20. 1s2 2s2 2p6 3s2 3p6 4s2. ബാഹിതമ ഷെല്ലിന്റെ നമ്പർ 4. അപ്പം 4ാമത്തെ പീരീഡിൽ വരുന്നതായിരിക്കും. 4s ബാഹിതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഗ്രൂപ്പിലായിരിക്കും? സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ ഈ എസ് ബ്ലോക്കിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എസ് ബ്ലോക്കിലെ 2 ഗ്രൂപ്പുകാരേ ഉള്ളൂ. ഏത് എലമെന്റിനെ തന്നാലും ഇത് ഏത് ബ്ലോക്കിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന ഏതാണോ അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. ഏത് പീരീഡിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ നോക്കിയാൽ മതി. അതായിരിക്കും അതിന്റെ പീരീഡ് നമ്പർ. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് സബ്ഷെൽ അല്ലെങ്കിൽ ബാഹിതമ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ, ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും. ഈ 2 വരത്തുള്ളൂ. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ഇവിടെ പറയാൻ. ഇനി ഒരു പുതിയൊരു കാര്യമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, സംയോജകത. ഇനി നമുക്കിനി വാലൻസി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. അതെന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ എസ് ബ്ലോക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്താണെന്ന് നോക്കാം. എന്താ സംയോജകത? നമ്മൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആറ്റം അല്ലെങ്കിൽ എല്ലാ മൂലകങ്ങളും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ. എപ്പോഴാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്? ബാഹിതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചിരുന്നു, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും നമ്മൾ പറഞ്ഞു ബാഹിതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ആറ്റം എന്താണെന്ന് പറയാം? സ്റ്റേബിൾ ആണെന്ന് പറയാം. ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിനായിട്ട് ഇലക്ട്രോണിനെ മേടിച്ചും കൊടുത്തും പങ്കുവെച്ചും ഒക്കെ മൂലകങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറഞ്ഞാൽ അഷ്ടകം പൂർത്തീകരിക്കുന്നതിനായി ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. പ്രത്യേകതയാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺ നമ്മൾ പറയുന്നത്. വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവര് അഷ്ടകം പൂർത്തിയാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ചിലപ്പോൾ ഇങ്ങോട്ട് മേടിക്കാം, ചിലപ്പോൾ പങ്കുവയ്ക്കാം, ഷെയർ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രത്യേകത പറഞ്ഞ പേരാണ് സംയോജകത. അതായത് ദ കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം ടു ഡൊണേറ്റ്, അക്സെപ്റ്റ് ഓർ ഷെയർ ടു അച്ചീവ് ഒക്ടറ്റ്. അതായത് അഷ്ടകം, ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ അഷ്ടകമാണ്. അഷ്ടകം പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ പഠിച്ചോളുക. ഈ ഇലക്ട്രോണുകൾ എണ്ണത്തിന് നമ്മൾ എന്ത് വിളിക്കും? ബാലൻസ് ഇലക്ട്രോൺ. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സ് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ എലമെന്റ്സും സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അഷ്ടകം പൂർത്തീകരിക്കുന്നതിനായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ട്. ഇനി നമ്മളുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. കാര്യം എന്താ? എസ് ബ്ലോക്കിന് എപ്പോഴും ബാഹിതമ ഷെല്ലിൽ ഒന്നെങ്കിൽ 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ. അതിനപ്പുറത്തേക്ക് എസിന്റെ കപ്പാസിറ്റി ഇല്ലല്ലോ, 2 ഇലക്ട്രോണേ കാണൂ. അപ്പോൾ അവർക്ക് ആള് കുറവായതുകൊണ്ട് തന്നെ അവർ കൂടുതലും അപ്പോൾ 1 ഇലക്ട്രോണേ ഉള്ളെങ്കിൽ അവരെന്ത് ചെയ്യും?
ഇങ്ങോട്ട് സ്വീകരിക്കാനൊന്നും നിൽക്കത്തില്ല, ആർക്കെങ്കിലും ഒരു വിട്ടുകൊടുത്തിട്ട് ഉള്ളതുമായിട്ട് നിൽക്കും. അതായത് എപ്പോഴും ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് അവർ സ്റ്റേബിൾ ആവാനാണ് ശ്രമിക്കുന്നത്. കാരണം അവർക്ക് ഒരുപാട് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇല്ല, അവിടെ സ്വീകരിച്ച് വെക്കാനും അത്രയും കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എപ്പോഴും എസ് ബ്ലോക്ക് എലമെന്റ്സ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാറാണ് പതിവ്. ഇനി അതിനാൽ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ്. ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുമ്പോഴാണ് ആഡ് ചെയ്ത് വെക്കുന്ന പോസിറ്റീവ്, അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ വിട്ടുകൊടുക്കുന്ന ആൾക്കാണ് പോസിറ്റീവ് ചാർജ്. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉദ്ദേശിക്കുന്നത് കുറവ്. നമ്മൾ സാധാരണ കേസിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടി വെക്കുന്നതിനെയാണ് പറയുന്നത്. ഇവിടെ അതല്ല. ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇലക്ട്രോൺസ് പോവുകയാണെങ്കിൽ ആ ആറ്റത്തിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. എന്നാൽ കിട്ടുവാണെങ്കിലോ ആറ്റത്തിന് ലഭിക്കുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതിന് കാരണം എന്താ? ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇലക്ട്രോണുകളെ മേടിച്ച് വെക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്. ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജ് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഏത് ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു? പോസിറ്റീവ് ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അതുപോലെ തന്നെ അയോണിക സംയുക്തങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അയോണിക സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വിട്ടുകൊടുത്ത് ഉണ്ടാവുന്ന. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കുന്നുണ്ട് അയോണിക സംയുക്തങ്ങൾ, ഈ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അയോണിക സംയുക്തങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു? നമുക്കത് ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്കിതൊന്ന് കാണിക്കാം, ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. ഓക്കെ, നമ്മൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് എല്ലാവർക്കും കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനൊന്നും ഇത്രയും കാര്യമായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലൊരു വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കൂല. പക്ഷെ നിങ്ങൾ ഈ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഇതിനകത്തൊരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എസ് ബ്ലോക്കുകാരുണ്ടാക്കുന്ന സംയുക്തങ്ങൾ, അയോണിക സംയുക്തങ്ങളുടെ ഫോമുല അല്ലെങ്കിൽ അവരുടെ സമവാക്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല. അപ്പം നമുക്ക് ബോർ മാതൃക വരച്ചൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. Naയും Clലും ചേർന്നിട്ട് NaCl ഉണ്ടാവുന്നു. NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപ്പ്, അതാണ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, Naയും Clലും കമ്പൈൻ ചെയ്യുവാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാം, 11. 1s2 2s2 2p6 3s1 എന്നാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അതുപോലെ ക്ലോറിന്റെ 17 എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p5. അതറിയാലോ എല്ലാവർക്കും എഴുതുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ 1s എന്ന് പറയുന്നത് ഏത് ഷെല്ലിൽ വരുന്നതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 1s K ഷെല്ലിലാണ്, 2s 2p L ഷെല്ലിലാണ്, 3s M ഷെല്ലിലാണ്, 3s 3p 3d ഉണ്ട് M ഷെല്ലിൽ. നമുക്കിപ്പോൾ ഇവിടെ 3s മാത്രമേ ഉള്ളൂ. ഇവിടെ അതുപോലെ 1s K ഷെല്ലിൽ. അപ്പം ഇവിടെ നോക്കിക്കേ, 1sൽ 2 ഇലക്ട്രോൺ ഓക്കെ ആണല്ലോ, ഫുൾ ഉണ്ട്. Lൽ മാക്സിമം 8 ഇലക്ട്രോൺ ആണ്, അതും ഉണ്ട്. Mൽ 1 ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞു അഷ്ടകം കംപ്ലീറ്റ് ചെയ്താൽ മതി. Mൽ മാക്സിമം 18 ഇലക്ട്രോൺ പറ്റും, പക്ഷെ നമുക്ക് 8 മതി എന്ന് അതൊക്കെ അവിടെ പഠിച്ചാണ്. ഓരോ കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കണം. അപ്പോൾ എന്താണ്? Mൽ മാക്സിമം 8 ഇലക്ട്രോൺ വേണം. 8 ഇലക്ട്രോൺ മതി. 18നെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ 8 ഇലക്ട്രോൺ മതി. അപ്പോൾ ഇവിടെ Mൽ 1 ആണ്. നോക്കുക, അടുത്ത ക്ലോറിൻ്റെ നോക്കിക്കേ, 1s2 Kയിൽ 2 ഇലക്ട്രോൺ കംപ്ലീറ്റ് ഫില്ലാണ്. 2s 2p കൂടെ ആണല്ലോ L ചേരുന്നത്. അപ്പം 2 6 8, Lൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഇനി 3s2 3p ഒരു 3d കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ 3d ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കത് വേണ്ട, ഉള്ളവരെ മതി. 2 5 7. അപ്പോൾ ഇവിടെ അഷ്ടകം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരാളെ മതിയല്ലോ. ഇവിടെ നോക്കിക്കേ, അഷ്ടകം കംപ്ലീറ്റ് ചെയ്യാൻ 7 പേരെ വേണം. അപ്പോൾ സോഡിയത്തിന് ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവണം, അല്ലെ 8 ആവണമെങ്കിൽ 7 പേരെ സ്വീകരിക്കണം. ഇവിടെ ആണെങ്കിലോ ഒരാളെ സ്വീകരിച്ചാൽ മതി. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇയാൾക്കാരെങ്കിലും 7 ഇലക്ട്രോൺ എവിടുന്നേലും കൊടുക്കുവോ? ഇല്ല. 7 ഇലക്ട്രോണിനെ ഒന്നോടെ സ്വീകരിക്കുന്നതിലും നല്ലത് ഉള്ള ഒരു ഇലക്ട്രോണിനെ വേണ്ട ഒരാൾക്ക് വിട്ടുകൊടുക്കുക. അപ്പൊ ഇതാ നോക്കിക്കേ, ഇയാളങ്ങ് പോയി കഴിഞ്ഞു. അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ട്? L8 മതി, ഉള്ളത് മതി. അതുകൊണ്ട് എന്താണ്? അഷ്ടകം വാഹിതമശ L8 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇയാളെ വിട്ടുകൊടുത്താൽ അത് ഇല്ലാതാവുന്നേ ഉള്ളൂ. അവിടെ ബാക്കി 8 ഉണ്ട്. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവിടെ 8 ആവത്തില്ലേ? ആവും. അപ്പം ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോവുകയും ക്ലോറിൻ ആ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? അതാ ഈ ബാഹ്യതമശലിലെ ഈ ഇലക്ട്രോൺ ഇവിടേക്ക് പോവും, 1 ഇലക്ട്രോൺ ഇവിടേക്ക് പോവും. അപ്പോൾ ഇവിടെ 8 ആവും. ഇവിടുത്തെ എന്ത് ചെയ്യും? ആ ഒരെണ്ണം പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരെണ്ണത്തിനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് സോഡിയം 2 എന്ന കോൺഫിഗറേഷനിലേക്ക് പോകും. 2 1 സോഡിയം 2 പകരം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ സോഡിയത്തിന് എന്ത് കിട്ടി? ഒരു ചാർജും കൂടെ കിട്ടി, Na+ ആയി മാറിയത്. ഇതാ നമ്മൾ പറഞ്ഞത്. എന്താണ്? എസ് ബ്ലോക്ക് എലമെന്റ്സിന് എന്താ ഓക്സീകരണാവസ്ഥയാണ്? പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, ക്ലോറിനെ ആ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. കോൺഫിഗറേഷൻ എന്തായിട്ട് മാറി? 2 8 7 കോൺഫിഗറേഷൻ 2 8 8 മാറി. മാത്രമല്ല ക്ലോറിൻ എന്ത് കിട്ടി? ഒരു മൈനസ് ചാർജും കൂടെ കിട്ടി.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ്, ഇതാണ് അയോണിക സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് Na+ഉം Cl- കൂടെ ചേർന്നിട്ടാണ് NaCl. ഇതിന് പ്രകടമല്ലാത്തൊരു ചാർജ് മുകളിലുണ്ട്. നമ്മൾ എഴുതാത്തതാ, ഒരു പ്ലസും ഒരു മൈനസും കൂടെ ചേർന്ന് എന്തായി പോവാ, നമുക്ക് അവിടെ എഴുതണ്ടേ, 1 ആണ് 2, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എഴുതാത്തത്. ഇപ്പൊ 2 ഉണ്ടെങ്കിൽ നമ്മൾ മേലെ എഴുതി വെച്ചാണ്. അപ്പൊ ഇതാണ് അയോണിക സംയുക്തങ്ങൾ. അതായത് അയോൺസ് കൂടിച്ചേർന്ന് എന്തായിട്ട് മാറി, സംയുക്തങ്ങളായിട്ട് മാറി. Na-യും Cl-ഉം അല്ല അവിടെ കൂടിച്ചേർന്നത്, മറിച്ച് എന്താണ്, Na+ഉം Cl- കൂടെ. അതായത് Na-യിൽ നിന്ന് ഒരാളെ വിട്ടുകൊടുത്തു, Cl അത് മേടിച്ചു, അവർ രണ്ടുപേരുടെ കമ്പൈൻ ചെയ്തിട്ടാണ് NaCl ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഇലക്ട്രോണിനെ, ഈ സോഡിയത്തിന്റെ ബാഹ്യതമശലിൽ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞാലും അവർ സ്റ്റേബിൾ ആവും, ആ ഒരു ഇലക്ട്രോൺ ഇയാൾ മേടിച്ചാൽ ഇവരും സ്റ്റേബിൾ ആവും. ഇങ്ങനെ പങ്ക് അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടുകൊടുത്തും സ്വീകരിച്ചും ഉണ്ടാവുന്ന സംയുക്തങ്ങളാണ് അയോണിക സംയുക്തങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഇത് ഒരു ബേസ് ആണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഏത് ഫോർമുല അല്ലെങ്കിൽ ഏത് സമവാക്യത്തിലാണ് സംയുക്തങ്ങളെ ഫോം ചെയ്യുന്നതെന്ന്, അതും കൂടെ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് 2 മൂലകങ്ങൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്തൊരു പോർഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്, ഓക്സൈഡുകൾ എന്ന് പറഞ്ഞത്. അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്ന, ഓക്സിജനുമായിട്ട് ചേർന്ന് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ ഇത് എന്താണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സമവാക്യത്തിൽ കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ, H2O എന്നുള്ള കോൺഫിഗറേഷൻ കിട്ടുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നോക്കിയോ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് സോഡിയം, നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ് ആണല്ലോ, സോഡിയവും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുക. സോഡിയത്തിന്റെ 11 ഷെൽ കോൺഫിഗറേഷൻ എഴുതി നോക്കിയാലും മതി. ഇവിടെ 2, 8, 1, ഓക്സിജന്റേത് 2, 6 ആണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടുന്ന് ഒരാളെ എന്തായാലും നമുക്ക് വിട്ടുകൊടുക്കാം. അപ്പൊ ഇത് 2, 8 ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിന്നോളും. പക്ഷേ ഇവിടെ 8 ആവണമെങ്കിൽ എത്ര പേരെ വേണം, 2 ഇലക്ട്രോൺ വേണം. നമ്മുടെ ഒരു സോഡിയത്തിന് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റൂ. ഇനി ഇവിടെ നിന്നൊന്നും തൊടത്തില്ല, കാരണം ഇവര് സ്റ്റേബിൾ ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും പറ്റുന്നത്, ഇതുപോലുള്ള 2 സോഡിയം വന്നെങ്കിൽ ഈ ഓക്സിജന് 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റൂ. എളുപ്പം മനസ്സിലാവും, ഒരു സോഡിയത്തിന് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അതുപോലെ 2 സോഡിയം വന്നു കഴിഞ്ഞാൽ ഇവിടെ പരിഹരിക്കത്തില്ല. 2 സോഡിയം ഓരോ ഇലക്ട്രോണിനെ വെച്ച് വിട്ടുകൊടുക്കുകയാണെങ്കിൽ 2, 8 ആവും. അത് അതാണ് പറഞ്ഞേക്കുന്നത് 2Na+O gives Na2O. ഈ എക്സ് എന്ന് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലെ എസ് ബ്ലോക്ക് എലമെന്റ് ആണ് വരുന്നതെങ്കിൽ അതിനെ ജസ്റ്റ് എക്സ് എന്ന് കൊണ്ട് സൂചിപ്പിച്ചേക്കാണ്. അപ്പൊ 2 എക്സും ഒരു ഓക്സിജനും കൂടെ ചേർന്ന് H2O. ഇങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റേബിൾ ആവത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അടുത്ത് നോക്കിക്കേ, എസ് ബ്ലോക്കിലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് ഗ്രൂപ്പ് എസ് ബ്ലോക്ക് എലമെന്റ്സ് H2O എന്ന കോൺഫിഗറേഷനിലായിരിക്കും ഓക്സൈഡിനെ ഫോം ചെയ്യിക്കുന്നത്. ഇനി എന്നാൽ സെക്കൻഡ് ഗ്രൂപ്പ് വരെ എലമെന്റ്സ് കൂടെ ഉണ്ട്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടാണ് എസ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് എങ്ങനെയായിരിക്കും, സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരാളാണ് ബെറിലിയം. ബെറിലിയത്തിന്റെ കോൺഫിഗറേഷൻ 2, 2 ആണല്ലോ, ഓക്സിജന്റെ 2, 6. ഇവിടുന്ന് 2, 2 സ്റ്റേബിൾ ആവണമെങ്കിൽ ഒന്നെങ്കിൽ എത്ര ഇലക്ട്രോൺ, 6 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് സ്വീകരിച്ചത് 8 ആവണം. അല്ലെങ്കിൽ ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് 2 സ്റ്റേബിൾ ആണ്. കാര്യം എന്താ, കെ ഷെല്ലിന്റെ മാക്സിമം 2 ഇലക്ട്രോണിനെ പറ്റത്തുള്ളൂ. അപ്പൊ 2 സ്റ്റേബിൾ ആണ്. ഒന്നെങ്കിൽ ഈ 2നെ വിട്ടുകൊടുക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2 ഇലക്ട്രോണിനെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ബെറിലിയത്തിന് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ഓക്സിജൻ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് അവർക്ക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ Y എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിലെ ഒരു എലമെന്റിന്റെ പ്രതീകമായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു Yയും ഒരു സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റും ഒരു ഓക്സിജനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓക്സൈഡ് കിട്ടും. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് H2O എന്ന ആൾക്കാരെ ഉണ്ടാക്കുന്നു. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് YO എന്ന പ്രതീകത്തിലായിരിക്കും ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നത്. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ച് പ്രത്യേകതകൾ, അവർ ലോഹങ്ങളായിരിക്കും, അയോണിക സംയുക്തങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. അതുപോലെ ഇവരുടെ അയോണൈസേഷൻ എനർജി കുറവായിരിക്കും, അയോണീകരണ ഊർജ്ജം കുറവായിരിക്കും. കാര്യം എന്താണെന്നോ, അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ വേർപെടുത്താൻ ആവശ്യമായ എനർജിയാണ് അയോണീകരണ ഊർജ്ജം. അപ്പൊ അതെന്തായിരിക്കും, കുറവായിരിക്കും. കാര്യം 2 ഇലക്ട്രോണേ ഉള്ളൂ, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞു, അവരെ വേഗം എന്ത് ചെയ്യാൻ പറ്റും, വേർപെടുത്താൻ പറ്റും. അപ്പൊ അയോണീകരണ ഊർജ്ജം കുറവാണ്. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്, കുറവാണ്. കാര്യം എന്താ, അവർക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ആകർഷിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നാൽ മതി എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ. അപ്പോൾ എസ് ബ്ലോക്കിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എസ് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ, വാലൻസ് എന്താന്ന് പറഞ്ഞു, വാലൻസ് ഇലക്ട്രോൺ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ വിട്ടുകൊടുക്കുന്നത് സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അതൊരു ഡയഗ്രമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാവരും നോക്കുക. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.